ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എന്താണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്നുള്ളതാണ്. സോ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച രണ്ട് ടേമുകൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ, 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു പാർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതേസമയം 3 ഡയമെൻഷണൽ സ്പേസിൽ 2 പാർട്ടിക്കിൾസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ജനറലായിട്ട് നമുക്ക് പറയാം, ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിൾസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആയിരിക്കും എന്ന് പറയാം. Okay, so if we are considering an n particle system in a 3-dimensional space, it have 3n degrees of freedom. ഇനി ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നതും 3n ഡയമെൻഷണൽ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. ഈ രണ്ട് കേസിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? 3n ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ള കാര്യം ഫെമിലിയർ ആണ്. ഇനി രണ്ടാമത്തെ ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. വി നോ ദാറ്റ് മോഷൻ ഇൻ എ റെസ്ട്രിക്റ്റഡ് മാനർ ഈസ് ടേംഡ് ആസ് കൺസ്ട്രെയിൻഡ് മോഷൻ. അതായത് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കട്ട് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആ സിസ്റ്റത്തിന് സംഭവിക്കുക? സിസ്റ്റത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. ഓക്കെ, സോ കൺസ്ട്രെയിൻസ് ഒരു സിസ്റ്റത്തിന് ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്, ഒരു റെയിലിൽ കൂടി ട്രെയിൻ മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഒരു റെയിലിൽ കൂടി ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ട്രെയിൻ ആ റെയിൽ പോകുന്ന ഡയറക്ഷനിൽ മാത്രമേ ട്രെയിനിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഫ്രീഡം മാത്രമേ ഉള്ളൂ, ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിന് മൂവ് ചെയ്യത്തുള്ളൂ. സോ ബാക്കിയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ കട്ട് ചെയ്തു. സോ കൺസ്ട്രെയിൻസ് ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൺസ്ട്രെയിൻസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എന്താണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? ഓക്കെ, അപ്പോൾ നമ്മളതിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദിസ് കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് 2 ടൈപ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. കൺസ്ട്രെയിൻസ് ഒരു സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള ഡിഫിക്കൽട്ടീസാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഒന്നാമത്തേത്, ദേ മേക്ക് ദ കോർഡിനേറ്റ്സ് ഡിപ്പെൻഡൻറ്റ്. They make the coordinates dependent. They make the coordinates dependent. കോർഡിനേറ്റ്സിന് അത് എന്ത് ചെയ്യും? ഡിപ്പെൻഡൻ്റ് ആക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞു 3 ഡയമെൻഷണൽ സ്പേസിൽ n പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആയിരിക്കും എന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കട്ട് ചെയ്യും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോർഡിനേറ്റ്സിനെ അത് ഡിപ്പെൻഡൻ്റ് ആക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരു 3 ഡയമെൻഷണൽ സ്പേസാണ് നമ്മൾ എടുക്കുന്നത്. ഈ 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ, ഒരു 2 പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ 2 പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ആദ്യത്തെ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ് വേണം, x1, y1, z1. രണ്ടാമത്തെ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ x2, y2, z2. അങ്ങനെ നമുക്ക് മൊത്തം 6 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് വേണം. x1, y1, z1, x2, y2, z2. ഇങ്ങനെ 6 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് വേണം നമുക്ക് ഈ പറഞ്ഞ പാർട്ടിക്കിളുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് required to specify the number of particles is termed as degrees of freedom. ഓക്കെ, സോ പക്ഷേ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഈ 2 പാർട്ടിക്കിളിനെയും തമ്മിൽ ഞാനൊരു റോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, ഈ 2 പാർട്ടിക്കിളിനെ ഒരു റോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു റോഡ് ഉപയോഗിച്ച് ഇതിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക?
അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഒരു കൺസ്ട്രെയിൻ ഇമ്പോസ് ചെയ്തു. അങ്ങനെ കൺസ്ട്രെയിൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇനി ഈ സിസ്റ്റത്തിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവില്ല? 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കട്ട് ചെയ്തു. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് കുറഞ്ഞു എന്നാണ്. അതിൻ്റെ അർത്ഥം കോർഡിനേറ്റ്സ് തമ്മിൽ എന്താവാൻ തുടങ്ങി? ഡിപ്പെൻഡൻ്റ് ആവാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ 6 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റുകളുടെ ആവശ്യമില്ല. മറിച്ച് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ്, ഏതെങ്കിലും 2 കോർഡിനേറ്റ് അറിയാമെങ്കിൽ ആ കോർഡിനേറ്റിൻ്റെ ടേംസിൽ നമുക്ക് മറ്റൊരു കോർഡിനേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അതാണ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയുന്നു. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോർഡിനേറ്റ്സ് ഡിപ്പെൻഡൻ്റ് ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ദേ മേക്ക് ദ കോർഡിനേറ്റ്സ് ഡിപ്പെൻഡൻറ്റ്. അതായത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് റെഡ്യൂസസ് ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, റെഡ്യൂസസ് ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നും പറയാം. ഇനി രണ്ടാമത്തെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമുക്കറിയാം ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആർ അൺനോൺ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂട്ടോണിയൻ ഫോർമുലേഷനും അതുപോലെ തന്നെ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനും തമ്മിലുള്ള ഒരു ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനും ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ്റെ മുകളിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? അതായത് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റങ്ങളിലൊക്കെ പലപ്പോഴും എന്ത് സംഭവിക്കും? ധാരാളം ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സുകളുണ്ടാവും. ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള മുഴുവൻ ഇൻറ്റേർണൽ ഫോഴ്സുകളെ പറ്റിയുമുള്ള ഒരു കംപ്ലീറ്റ് നോളജ് ആവശ്യമാണ്. അത്തരത്തിലുള്ള എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സുകളും അറിഞ്ഞാൽ മാത്രമേ ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതേസമയം ഇത്തരത്തിലുള്ള കൺസ്ട്രെയിൻഡ് ഫോഴ്സുകൾ കൺസിഡർ ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ അനലിറ്റിക്കൽ മെക്കാനിക്സ്, ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. സോ മോസ്റ്റ് ഓഫ് ദ കേസസ് കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആർ അൺനോൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സോ ന്യൂട്ടൺസ് ഇക്വേഷൻസ് റിക്വയർ a complete knowledge of all the forces that is external as well as internal involved. അപ്പോൾ എല്ലാ ഈ സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഫോഴ്സുകളെ പറ്റിയുമുള്ള കംപ്ലീറ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? നമുക്ക് ന്യൂട്ടോണിയൻ ഫോർമുലേഷൻ ഉപയോഗിച്ചൊരു സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞു കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡൻ്റ് ആക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യും? കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡൻ്റ് ആക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, if you are considering a system of n particles in a 3-dimensional space, okay, consider a system of capital N particles in a 3-dimensional space. Okay, let small k be the number of constraints, small k be the number of constraints acting on the system. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് n പാർട്ടിക്കിൾസ് 3-dimensional സ്പേസിൽ കൺസിഡർ ചെയ്ത്. n പാർട്ടിക്കിൾ 3-dimensional സ്പേസിൽ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 3n ആണ്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ k നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ k നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്താൽ എന്തായിരിക്കും ബാക്കിയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ? കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ 3n മൈനസ് k, ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമായ 3n നിന്നും k നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്യുമ്പോൾ 3n മൈനസ് k ആയിരിക്കും ഇപ്പോഴുള്ള നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നൗ വി ആർ ഓൺലി ലെഫ്റ്റ് വിത്ത്
now we are only left with 3n minus k. ആ 3n minus k ഞാൻ സ്മോൾ n എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് സ്മോൾ n ഈസ് ഈക്വൽ ടു 3n minus k ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. 3n minus k ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഈ പറഞ്ഞ 3n minus k ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ്. അതിനെയാണ് നമ്മൾ സ്മോൾ n എന്ന് വിളിച്ചത്. ഓക്കെ, സോ നമ്മൾ ഒരു പുതിയ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതിയൊരു കോർഡിനേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു n പാർട്ടിക്കിളിനെ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ സപ്പോസ് ആദ്യം ഉണ്ടായിരുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ R1, R2, R3 എക്സെട്ര R ക്യാപിറ്റൽ N എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നതെങ്കിൽ ഈ R1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് x1, y1, z1. R2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് x2, y2, z2. R3 എന്ന് പറഞ്ഞാൽ x3, y3, z3. ഇങ്ങനെ Rn വരുമ്പം xn, yn, zn എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കോർഡിനേറ്റ്സ് വരും? മൊത്തം 3n കോർഡിനേറ്റ്സ് വരും. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന കേസ്. ഇതിലേക്കാണ് നമ്മൾ k നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 3n മൈനസ് k ആണെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ ഞാൻ പുതിയ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ലെറ്റ് ദിസ് സ്മോൾ n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ബി റെപ്രസെൻറ്റഡ് ആസ് q1, q2, q3 എക്സെട്ര qn എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് സ്മോൾ n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ therefore we introduce a new set of 3n minus k coordinates, that is q1, q2, q3 etc. qn which are independent. Okay, and these new set of coordinates which describes a system completely is called generalized coordinates. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് കൺസ്ട്രെയിൻസിനെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിനെ നമ്മൾ q1, q2, q3 എക്സെട്ര qn എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ കോർഡിനേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലെങ്ത് ആവണം എന്നില്ല. നമ്മൾ സാധാരണ കോർഡിനേറ്റ് പറയുമ്പോൾ XYZ പറയാറുണ്ടല്ലോ. ഈ കേസിൽ XYZ എന്ന് പറയുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ ഒക്കെ യൂണിറ്റ് എന്താണ്? ലെങ്ത് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത q1, q2, q3 എക്സെട്ര qn എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് മേ നോട്ട് ബി ലെങ്ത് ആവണമെന്ന് നിർബന്ധമില്ല. ലെങ്ത് ആവാം, പക്ഷേ ലെങ്ത് ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഇതെന്താവാം? ആംഗിളൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് കോർഡിനേറ്റിനെ തമ്മിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. സിൻസ് ദി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് and the dependent coordinates r1, r2 etc. rn correspond to the same system. They can be written as functions of each other. Okay, എങ്ങനെ നമ്മൾ ഈ ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റിനെ നമ്മൾ r1, r2, r3 എക്സെട്ര r ക്യാപിറ്റൽ എന്നും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ, അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ q1, q2, q3 എക്സെട്ര q സ്മോൾ n എന്നുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെ തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നിനെ നമ്മൾ മറ്റൊന്നിൻ്റെ ഫങ്ഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
അതായത് R1 can be written as a function of Q1, Q2, etc. Qn, t എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് the dependent coordinates R can be written as a function of the independent coordinates. ഇതേപോലെ R2നെ നമുക്ക് എങ്ങനെ എഴുതാം? R2 is a function of again Q1, Q2, etc. Qn, t. R3 എന്താണ്? R3 is a function of Q1, Q2, etc. Qn, t എന്ന് എഴുതാം. അതായത് ജനറലായിട്ട് ഫൈനലി R1, R2, R3, etc. എവിടം വരെയുണ്ട്? R ക്യാപിറ്റൽ N വരെയാണ്. ആൻഡ് ദിസ് R ക്യാപിറ്റൽ N ഈസ് അഗെയിൻ എ ഫംഗ്ഷൻ ഓഫ് Q1, Q2, etc. Qn, t ആണെന്ന് എഴുതാം. അതായത് ജനറലി ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു R എന്ന് പറയുന്നത് that is, let this be some Ri. Ri can be written as a function of Q1, Q2, etc. Qn, t എന്ന് എഴുതാം. അതായത് this Ri can be written as some summation over j Ri of Qj, t. സമ്മേഷൻ ഓവർ ജെ എന്ന് എഴുതുമ്പോൾ ക്യൂ ജെ എന്ന് പറയുന്നത് എന്താണ്? ജെയുടെ വാല്യൂ 1 മുതൽ സ്മോൾ n വരെ വേരി ചെയ്യും എന്നുള്ളതാണ്. അതായത് Q1, Q2, Q3, etc. Qn എന്ന് എഴുതാമെന്നുള്ളതാണ്. സോ ദിസ് ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ക്യൂസ് ആസ് ദിസ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ പോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഐയുടെ വാല്യൂ എവിടം മുതൽ എവിടം വരെ വേരി ചെയ്യുന്നത്? 1 to ക്യാപിറ്റൽ N ആണ്. അതേസമയം ജെയുടെ വാല്യൂ വേരി ചെയ്യുന്നത് 1 to സ്മോൾ n ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് ക്യൂ ജെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അത് Q1, Q2, Q3, etc. Qn വരെ വരാം. സോ ദീസ് ആർ ദ ക്യൂ ജെ ഈസ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ജെയുടെ ടൈം ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ജെ. ഡി ബൈ ഡി ടി ഓഫ് തീറ്റയെ നമ്മൾ തീറ്റ ഡോട്ട്, ഡി ബൈ ഡി ടി ഓഫ് ആർ എന്നുള്ളത് ആർ ഡോട്ട് എന്നൊക്കെ എഴുതുമെന്ന് പറഞ്ഞു. അതുപോലെ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ജെ എന്ന് പറയുന്നത് ക്യൂ ജെ ഡോട്ട് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് വിളിക്കുക. ജനറലൈസ്ഡ് വെലോസിറ്റി, ടൈം ഡെറിവേറ്റീവ് ഓഫ് ദിസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഈസ് കോൾഡ് ജനറലൈസ്ഡ് വെലോസിറ്റി. ഇനി നമുക്ക് ഓരോ സിസ്റ്റത്തിലുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ എക്സാമ്പിൾസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. എക്സാമ്പിൾസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പറഞ്ഞിരുന്നു. സിമ്പിൾ പെൻഡുലം ഓസിലേറ്റിംഗ് ഇൻ XZ പ്ലെയിൻ. ഓക്കെ, ഇങ്ങനെ XZ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൻഡുലം, ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ, ഇങ്ങനെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ ഇതെന്താണ്? ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് ഇസഡ്. അപ്പോൾ ഇത് ഇസഡ് ആണെങ്കിൽ ദിസ് വിൽ ബി ഇസഡ്. ഓക്കെ, സോ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ കൺസ്ട്രെയിൻ എന്താണ് പറഞ്ഞത്? ഇവിടെ ലെങ്ത് ആണ് കൺസ്ട്രെയിൻ എന്നാണ് പറഞ്ഞത്. കാരണം ലെങ്ത് എന്താണ്? ഫിക്സഡ് ആണ്. ലെങ്തിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ 2 കൺസ്ട്രെയിൻ ആണ് പറഞ്ഞത്. XZ പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തെ സംബന്ധിച്ച് y ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് R ഈസ് ഈക്വൽ ടു L ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ലെങ്ത് ഫിക്സഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ സിമ്പിൾ പെൻഡുലത്തിന് 2 കൺസ്ട്രെയിൻ ആണുള്ളത്. അങ്ങനെ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് കൺസ്ട്രെയിൻസിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്തെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് കൺസ്ട്രെയിൻസിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോർഡിനേറ്റ്സിനെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റിനെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് വിളിക്കുക. അതെപ്പോഴും ഓർക്കുക, ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആഫ്റ്റർ എലിമിനേറ്റിംഗ് ദ കൺസ്ട്രെയിൻസ് ഈസ് കോൾഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ സിസ്റ്റത്തിലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്കിവിടെ ഉറപ്പാണ്, ഈ സിമ്പിൾ പെൻഡുലം മൂവ് ചെയ്യുമ്പോൾ എന്ത് പാരാമീറ്ററാണ് വേരി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ഹിയർ ഇൻ ദിസ് സിസ്റ്റം തീറ്റ ഈസ് ദി ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, തീറ്റയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ഹിയർ തീറ്റ ഈസ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പ്രഷൻ ഇസഡ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് L ആണ്.
ഇസഡ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ ആണെന്നും എക്സ് ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ ആണെന്നും നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് തീറ്റ ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ് കോസ് ഇൻവേഴ്സ് ഇസഡ് ബൈ എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ എൽ ആണെന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ ഈ സിസ്റ്റത്തിൽ തീറ്റയാണ് എന്ത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ സാധാരണ ക്യൂ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റിംഗ് ഇൻ ആൻ എക്സ് ഇസഡ് പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. ആൻഡ് ദാറ്റ് തീറ്റ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ രണ്ടാമത് മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് സിമ്പിൾ പെൻഡുലം ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് motion of a particle in a spherical surface. Motion of a particle in a spherical surface. Motion of a particle in a spherical surface. അതായത് നമ്മളൊരു സ്പിയർ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ആ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ സർഫസിൽ കൂടി മാത്രം മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ. ഓക്കെ, ആ സ്പിയറിൻ്റെ സർഫസിൽ കൂടി മാത്രമേ ആ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഈ സ്പിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് സ്പിയർ ആയതുകൊണ്ട് തന്നെ ഇതിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇസഡ് ഈസ് ഈക്വൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇറ്റ് ഈസ് എ സൈൻ തീറ്റ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ സൈൻ ഫൈ ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ഇതാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള എക്സ് വൈ സെഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 3 ടേമുകളാണ് ഇവിടെ ഉള്ളത്. എ, തീറ്റ, ഫൈ. ഇതിൽ എ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കാരണം പാർട്ടിക്കിൾ എപ്പോഴും എങ്ങനെയാണ് മൂവ് ചെയ്യുക? സ്പിയറിൻ്റെ സർഫസിൽ കൂടിയാണ് പിന്നെ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? തീറ്റയും അതുപോലെ തന്നെ ഫൈയുമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, തീറ്റയും ഫൈയും ചേഞ്ച് ചെയ്യുമ്പോൾ ഓർക്ക് തീറ്റ ക്യാൻ വേരി ഫ്രം 0 to പൈ, അതേസമയം ഫൈ ക്യാൻ വേരീസ് ഫ്രം 0 to 2π. ഇങ്ങനെയാണ് വേരിയേഷൻ. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിസ്റ്റത്തെ സംബന്ധിച്ചൊരു കൺസ്ട്രെയിനാണ്. ആ കൺസ്ട്രെയിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടേം എന്ന് പറയുന്നത് തീറ്റയും ഫൈയുമാണ്. സോ ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തീറ്റയും അതുപോലെ തന്നെ ഫൈയുമാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് തീറ്റയായിരുന്നു. അതേസമയം ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ സർഫസ് ഓഫ് എ സ്പിയർ ദർ ആർ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് വിച്ച് ആർ തീറ്റ ആൻഡ് ഫൈ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ഒരു സ്പിയറിൻ്റെ സർഫസിൽ കൂടി ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്? തീറ്റയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഫൈയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഈസ് തീറ്റ ആൻഡ് സെക്കൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഈസ് ഫൈ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റയാണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഇസഡ് ബൈ എ ആണെന്ന് എഴുതും. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ സൈൻ ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ വൈ ഡിവൈഡഡ് ബൈ എക്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടാൻ ഫൈ എന്ന് കിട്ടും, വൈ ബൈ എക്സ്. സോ ഇതിനകത്ത് എനിക്ക് ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ആണെന്ന് കിട്ടും. സോ തീറ്റയും കിട്ടി, അതുപോലെ തന്നെ ഫൈയും കിട്ടി. ഈ തീറ്റ എന്ന് പറയുന്നത് ആണ് ആദ്യത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതിനെ ഞാൻ Q1 എന്ന് വിളിക്കുന്നു. ഫൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതിനെ ഞാൻ Q2 എന്ന് വിളിക്കുന്നു. സോ ഈ സിസ്റ്റത്തിൽ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? Q1, Q2, അത് തീറ്റയും അതുപോലെ തന്നെ ഫൈയുമാണ്. ഓക്കെ, നൗ അടുത്ത ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എ ഡിസ്ക് റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. എ ഡിസ്ക് റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. എ ഡിസ്ക് റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ നമ്മളൊരു ലെറ്റ് ദിസ് ബി സം XY ആക്സിസ്, XY ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിന്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടി
ഒരു ഡിസ്ക് താഴത്തേക്ക് റോൾ ചെയ്ത് പോവാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ സ്പിയറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഞാൻ O1 എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇപ്പം നിലവിൽ ഈ സ്പിയർ കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ഞാൻ O' എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. നിലവിൽ ഈ ഈ ഡിസ്ക് മൂവ് ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതായത് ഈ O മുതൽ O' വരെ O' എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ സിസ്റ്റം ഇങ്ങനെ ഡിസ്ക് റോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്കിൻ്റെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഈ ഡിസ്ക് റോൾ ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ Z കോർഡിനേറ്റ് 0 ആണ്. സോ Z = 0 എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം L = √(x² + y² ആണ്. എക്സിനെയും വൈയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലെങ്ത് ഇരിക്കുന്നത്. സോ ഹിയർ this length L can be written as √(x² + y² ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സിസ്റ്റം ഈ ഡിസ്ക് റോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു, Z = 0 ആണ് ഇവിടുത്തെ കൺസ്ട്രെയിൻ. ഓക്കെ, Z = 0 എന്നുള്ളതാണ് കൺസ്ട്രെയിൻ. അപ്പോൾ ഒരു ഡിസ്ക് റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്ററുകൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. അത് ഒന്ന് ലെങ്താണ്, ലെങ്ത് ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആംഗിൾ മാറും. ശരിയല്ലേ? ഒരു ഡിസ്ക് ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഈ പോയിൻ്റ് ഞാനിവിടെ P എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളുണ്ട്. ഇത് റോൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് അല്പം കൂടി റോൾ ചെയ്താൽ ഈ O' എന്ന് പറയുന്ന പോയിൻ്റ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും, ഇങ്ങനെയാവാം. അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ ആംഗിൾ വീണ്ടും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ആംഗിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ലെങ്തും ആംഗിളും ആണ് ഇവിടെ വേരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ സിസ്റ്റത്തെ സംബന്ധിച്ച് L and θ ആർ ദി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. L and θ ആർ ദി ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പം ഓർക്കുക, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് θ ആയിരുന്നു. അതിനെയാണ് നമ്മൾ Q എന്ന് വിളിച്ച് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതേസമയം ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ സർഫസ് ഓഫ് എ സ്പിയർ രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നു, Q1 Q2. അത് ഒന്ന് θ ആയിരുന്നു, മറ്റൊന്ന് φ ആയിരുന്നു. മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഡിസ്ക് റോളിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ആ കേസിൽ ലെങ്തും അതുപോലെ തന്നെ ആംഗിളും L അതുപോലെ തന്നെ θയുമാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സാധനം എന്താണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അതിലുള്ള കൺസ്ട്രെയിൻസ് എത്രയാണെന്ന് നമുക്കറിയാമെങ്കിൽ കൺസ്ട്രെയിൻസിനെ നമുക്കുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്നും കൺസ്ട്രെയിൻസിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഡിപെൻഡൻറ്റ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുക. അതിനെ നമ്മൾ പുതിയ ഒരു കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. Q1 Q2 Q3 എക്സെട്ര Qn എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ദേ ആർ ടേംഡ് ആസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. എങ്ങനെയാണ് പഴയ ഡിപ്പെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആയ R1 R2 R3 എക്സെട്ര R∩N ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആയ Q1 Q2 Q3 എക്സെട്ര Qn ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനുള്ള എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.